വികസനത്തിനൊപ്പം നിരവധി പ്രാദേശിക വിഷയങ്ങളും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ ചർച്ചയാകുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നണികൾ മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. പ്രവചനങ്ങളും മുൻവിധികളും അസ്ഥാനത്താക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലമാകും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തെ ഇത്തവണ ശ്രദ്ധേയമാക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം നേരത്തെ ആയതോടെ അക്ഷരാർത്ഥത്തിൽ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയിരിക്കുന്ന ആറ്റിങ്ങലിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനാണ് NDAക്ക് വേണ്ടി മത്സര രംഗത്തുള്ളത്. BJPയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച വി മുരളീധരൻ പ്രചാരണത്തിലും ഏറെ മുന്നിലാണ്. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രന് ലഭിച്ച വോട്ടിന്റെ ഇരട്ടി സ്വന്തമാക്കി വിജയിച്ചു കയറാൻ തന്നെയാണ് മുരളീധരന്റെ തീരുമാനം. ദേശീയപാത വികസനവും ആറ്റിങ്ങൽ ബൈപ്പാസും ചിറയിൻകീഴ് റെയിൽവേ സ്റ്റേഷൻ വികസനവും മറ്റ് കേന്ദ്ര പദ്ധതികളും ചൂണ്ടിക്കാട്ടിയാണ് മുരളീധരൻ ജനങ്ങളെ സമീപിക്കുന്നത്. മണ്ഡലത്തിൽ BJP അനുകൂല വോട്ടർമാരുടെ വർധനയും വി മുരളീധരന് ആത്മവിശ്വാസം പകരുന്നു. കഴിഞ്ഞ തവണ കൈവിട്ട മണ്ഡലം തിരിച്ചു പിടിക്കുകയെന്ന വാശിയിലാണ് LDF നേതൃത്വം. അതിന് CPIM ജില്ലാ പ്രസിഡന്റും നിലവിൽ വർക്കല MLAയുമായ വി ജോയിയെ തന്നെ രംഗത്തിറക്കിയിരിക്കുകയാണ് LDF. മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലൊന്നും പരാജയപ്പെട്ടിട്ടില്ല എന്നത് വി ജോയിക്കും ഒപ്പം LDFനും ആത്മവിശ്വാസം പകരുന്നു. പൊതുവെ ഇടതിനെ തുണച്ചിരുന്ന മണ്ഡലം കഴിഞ്ഞ തവണ കൈവിട്ടതിലുള്ള വാശി തീർക്കൽ കൂടിയാണ് ജോയിയുടെ സ്ഥാനാർത്ഥിത്വം. തുടർച്ചയായ രണ്ടാം വിജയം ലക്ഷ്യമിട്ടാണ് കോൺഗ്രസിലെ മുൻ മന്ത്രിയും സിറ്റിംഗ് MPയുമായ അടൂർ പ്രകാശ് ഇക്കുറിയും മത്സരിക്കാൻ ഇറങ്ങുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശക്തരായ എതിരാളികളായ LDFിലെ A സമ്പത്തിനെയും BJPയിലെ ശോഭാ സുരേന്ദ്രനെയും അടിയറവ് പറയിച്ച ആത്മവിശ്വാസവുമായാണ് അടൂർ പ്രകാശ് മത്സരിക്കുന്നത്. ആറ്റിങ്ങൽ ബൈപ്പാസ്, നാവായിക്കുളം ESI ആശുപത്രി, മുതലപ്പൊഴി തുറമുഖം എന്നിവയിലെ ഇടപെടലും MP ഫണ്ട് വിനിയോഗം എന്നിവ ഉയർത്തിക്കാട്ടിയുമാണ് അടൂർ പ്രകാശ് വോട്ട് തേടുന്നത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.